അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ Morning. മോർണിംഗ് സർക്കിളിലേക്ക് സ്വാഗതം. Good morning, sir. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നല്ലൊരു ദിവസമല്ലേ? എല്ലാവരും ഇന്നത്തെ ടോപ്പിക്ക് ശ്രദ്ധിച്ചു കാണും അല്ലെ? അതായത് നമ്മൾ എത്രത്തോളം നമ്മളെ ഫോക്കസ് ചെയ്യണം, അല്ലെ മറ്റുള്ളവരേക്കുള്ള അറ്റൻഷൻ കുറയ്ക്കണം എന്നുള്ളതാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്. പലപ്പോഴും നമ്മളേക്കാൾ അല്ലെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാനൊക്കെയാണ് നിൽക്കാറ്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ നമ്മളോട് ഇവിടെ സംസാരിക്കുന്നത് റാണി മാം ആണ്. മാം ബാംഗ്ലൂരിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു മലയാളിയാണ്, ബിസിനസ് വുമൺ ആണ്. വിംബിൾ അക്കാദമിയിൽ CBT കോഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാനും മാമും ഒക്കെ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിലെ 22nd ബാച്ചിലെ ആസ്പിരന്റ് ട്രെയിനേഴ്സ് ആണ്. അപ്പൊ ഞങ്ങള് പേഴ്സണലായിട്ട് അറിയുന്ന ആളാണ്, ക്ലാസ്മേറ്റ്സ് ആണ്. അതിന്റെ ഒരു സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് റാണി മാമിനെ ഇന്നത്തെ സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. റാണി മാം, പ്ലീസ് കം ആൻഡ് നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാവരെയും ഇന്നത്തെ മോർണിംഗ് സർക്കിളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു റോഫ് സർ. താങ്ക് യു. ഇത്ര നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്ന ഇന്നത്തെ പ്രഭാതം വളരെ ഊർജ്ജസ്വലമാക്കിയതിന് ഒരുപാട് നന്ദി. അപ്പോ എല്ലാവർക്കും സുപ്രഭാതം. എങ്ങനെയാ, തുടങ്ങുകയാണോ നമ്മള്? Start ചെയ്യാം മാം. ഓക്കെ. എല്ലാവരും രാവിലെ എഴുന്നേറ്റ് അല്ലെ നമുക്ക് വേണ്ടിയിട്ട് ഒരു സമയം മാറ്റി വെക്കുന്നു. അത് വളരെ എല്ലാവരെയും ഒരുപാട് അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് തോന്നാറുണ്ട്. രാവിലെ എഴുന്നേൽക്കുക, ഒരു 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് നമുക്ക് വേണ്ടി സ്വയം മാറ്റി വെക്കുക, നമ്മുടെ ഉള്ളിലെ ചിന്തകളെയൊക്കെ പുറത്തു കൊണ്ടുവരിക. അതിനെ ഒരു നല്ലൊരു കാമായിട്ടും കൂളായിട്ടും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒതുക്കി വെച്ച് നമ്മളുടേതായ ദിനചര്യകളിലേക്ക് തിരിച്ചു പോവുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യങ്ങളാണ്. ദിവസവും അതൊരു റുട്ടീനായിട്ട് എടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ എപ്പോഴൊക്കെയോ മനസ്സിന് ശാന്തത നൽകാൻ വേണ്ടിയിട്ട് അത് തേടുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോ ഇന്ന് നമുക്ക് വളരെ ശാന്തമായിരുന്നുകൊണ്ട് നമ്മുടെ ഈ ദിവസം ആരംഭിക്കാം. കണ്ണുകളൊന്ന് മെല്ലെ അടച്ച് നമ്മുടെ ശ്വാസം അകത്തേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇത് പ്രത്യേകിച്ചൊരു വിധി എഴുതാനോ അല്ലെങ്കിൽ ഒരു എങ്ങോട്ടും അങ്ങനെ ഒരു കാര്യത്തിനോ വേണ്ടിയിട്ടൊന്നും അല്ല. ഒരു നിമിഷം നമ്മൾ പൂർണ്ണമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് എന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉറപ്പ് നൽകാനുള്ള ഒരു ഇത്. ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഞാൻ റാണി വിനോദ്. ഇപ്പോ താമസിക്കുന്നത് ബാംഗ്ലൂരാണ്. സ്വസ്ഥം ഗൃഹഭരണം എന്നതാണ് എൻ്റെ ഒരു മെയിൻ പോളിസി. അതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും ഇല്ല. അപ്പോ നമുക്കിന്നൊരു കഥ പറഞ്ഞു തുടങ്ങിയാലോ? എന്തു പറയുന്നു എല്ലാവരും? കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടാണോ? തീർച്ചയായും. എല്ലാവരും കഥ അല്ലെ, ചെറുതായാലും വേണ്ടില്ല വലുതായാലും വേണ്ടില്ല എപ്പോഴായാലും വേണ്ടില്ല, കഥ കേൾക്കാൻ നമുക്ക് ഇഷ്ടമാ അല്ലെ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസും മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ള കഥകളിലെ ഒരു എന്താ സാരാംശം, അല്ലെങ്കിൽ ഒരു നല്ല മിത്തൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രായത്തിലാണെങ്കിലും വയസ്സായാലും എപ്പോഴായാലും നമ്മുടെ മനസ്സിൽ അതുണ്ടാവും. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ കണക്ട് ചെയ്യേണ്ട സമയങ്ങളിൽ നമ്മൾ ആ കഥകളിലെ സാരോപദേശങ്ങളും ഓരോ ക്യാരക്ടറും ഒക്കെ നമ്മുടെ മനസ്സിലെത്താറുണ്ട്. നല്ലതോ ചീത്തയോ എന്താണ് വേണ്ടതെന്ന് നമ്മൾ ആ സമയത്ത് നമ്മുടെ മനസ്സുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ ഇതേപോലെയുള്ള കഥകളും കാര്യങ്ങളും ഒക്കെ നമ്മളെ സഹായിക്കാറുമുണ്ട്, ഇല്ലേ? അപ്പോ ഏത് പ്രായത്തിലാണെങ്കിലും നമുക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ഇന്നൊരു കഥ പറഞ്ഞിട്ട് തുടങ്ങാം. എല്ലാവരും റെഡി അല്ലേ? യെസ് മാം. യെസ്. അപ്പൊ ഞാൻ കഥ തുടങ്ങുവാണ്. ഒരിക്കല് ഒരു ഗുരുവും ശിഷ്യനും കൂടെ കാട്ടിലൂടെ നടക്കുമായിരുന്നു. അപ്പൊ നടന്നു പോകുന്ന വഴി കുറെ ദൂരത്തിലായിട്ട് ആരോ ഒരാള് വീണ് എടുക്കുന്ന കണ്ടു. അപ്പൊ രണ്ടാളും കണ്ടു, ഗുരുവും കണ്ടു ശിഷ്യനും കണ്ടു. അപ്പൊ ഗുരു നോക്കുമ്പോ ശിഷ്യൻ പെട്ടെന്ന് ഗുരുവിനോട് പറയാണ്, ഗുരു നോക്കൂ, ആരോ ഒരാള് ഇതാ ദൂരത്ത് വീണ് കിടക്കുന്നുണ്ട്. അയാള് മദ്യപിച്ചിട്ട് വീണ് കിടക്കാ തോന്നുന്നു. എന്തൊരു മോശമല്ലേ ഇത്, എന്താ ഇങ്ങനെയൊക്കെ ആളുകള് എന്ന് പറയാണ്. അപ്പൊ ഗുരു ഒരു നിമിഷം ശാന്തനായിട്ട് നിന്നിട്ട് ശിഷ്യനോട് പറഞ്ഞു,
ഒരു കാര്യം ചെയ്യൂ, നിന്റെ ഈ ചിന്തകളൊക്കെ ഒഴിവാക്കൂ. ഒരാൾ നിലത്ത് വീണ് കിടക്കുന്നു എന്നത് മാത്രം നീ കണ്ടാൽ മതി. അതിനപ്പുറം നിന്റെ മനസ്സ് നൽകുന്ന വിധി നീ ഒഴിവാക്കുക. അത് വേണ്ട എന്ന് പറഞ്ഞു. അവസാനം അവർ നടന്ന് ഈ വീണ് കിടക്കുന്ന ആളുടെ അടുത്തേക്ക് എത്തി. അപ്പൊ അവർ കണ്ടത് എന്താന്ന് വെച്ചാൽ പാമ്പ് കടിയേറ്റ് വീണ് അവശനായി കിടക്കുന്ന ഒരു പാവം മനുഷ്യനെയാണ്. ഇത് കണ്ടപ്പോ ഗുരുവിന് എന്താ പറ്റിയ? ഗുരു ശിഷ്യനെ ഒന്ന് നോക്കി. ശിഷ്യനാണെങ്കിലോ അയാൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. അയാള് അങ്ങനെ ഒരു വിധി പറഞ്ഞതിൽ അയാൾക്ക് വളരെയധികം ലജ്ജ തോന്നി. ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ എന്നുള്ള അയാളുടെ മുൻവിധിയിൽ അയാൾക്ക് ഒരുപാട് കുറ്റബോധം തോന്നി. അയ്യോ, ഞാൻ ഇങ്ങനെ ചെയ്തു പോയല്ലോ, ഒരു പാവം മനുഷ്യൻ വീണ് കിടക്കുന്നു. പക്ഷെ ഞാൻ എന്താണ് ചിന്തിച്ചത്? അയാൾ മദ്യപിച്ച് താഴെ വീണ് കിടക്കുന്നു, അങ്ങനെയൊക്കെ ചിന്തിച്ചില്ലേ? അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഗുരു പറഞ്ഞു, വളരെ ശാന്തമായിട്ട് തന്നെ തന്റെ ശിഷ്യനോട് പറയാണ്, നമ്മൾ കാണുന്ന കാര്യങ്ങൾക്ക് നമ്മുടെ മനസ്സ് നൽകുന്ന നിറങ്ങളാണ് നമ്മുടെ മനസ്സമാധാനം കെടുത്തുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സമാധാനം ഇല്ലാണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സാക്ഷിയാകാം, ഒരിക്കലും ഒരു വിധിയാളാകാണ്ടിരിക്കുക. നമ്മുടെ മനസ്സ് എപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഒരു ജഡ്ജിനെ പോലെയാണ്. എല്ലാ കാര്യങ്ങൾക്കും കണ്ട ഉടനെ തന്നെ നമ്മളൊരു തീരുമാനം എടുക്കും, ഇല്ലേ? എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുക? എന്താണ് അതിന്റെ ശരി തെറ്റ് എന്ന് നോക്കുന്നതിന് മുമ്പേ നമ്മളൊരു തീരുമാനം അവിടെ എടുത്തു വെക്കും. എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. അല്ലെങ്കിൽ അയാൾ അങ്ങനെയാണ്, ഇയാൾ ഇങ്ങനെയാണ്, നല്ലത് ചീത്ത എന്ന് തിരിക്കുന്നതാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി. അവൻ ചെയ്തത് നല്ലതാണ്, അല്ലെങ്കിൽ അവൾ ചെയ്തത് ചീത്തയാണെന്ന് തിരിക്കും. എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കുറെ ഭാവങ്ങളും നിറങ്ങളും കഥകളൊക്കെ നൽകിയിട്ട് അതിനെ വലുതാക്കി എടുക്കും. അവസാനം നമുക്ക് ഈ ശിഷ്യനെ പോലെ തന്നെ നമുക്ക് മനസ്സിലാവാറുണ്ട് പലപ്പോഴും നമ്മുടെ നിഗമനങ്ങൾ തെറ്റായിരുന്നുവെന്ന്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച രീതിയിലല്ല കാര്യങ്ങൾ നടന്നതെന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാകാറുണ്ട്. നമ്മുടെ ഈ മനസ്സിലാക്കലുകൾ ചിലപ്പോൾ വൈകി പോവാറുമുണ്ട്, നമുക്ക് തിരുത്താൻ പറ്റാതെ. ഇപ്പോഴും നമ്മുടെ മനസ്സുകളിൽ ചിലപ്പോൾ ചിലരുടെയൊക്കെ എങ്കിലും മനസ്സുകളിൽ അങ്ങനെ ഒരു റിഗ്രറ്റ് കിടപ്പുണ്ടാവും, ഇല്ലേ? ആർക്കെങ്കിലും ഒക്കെ ഉണ്ടോ അങ്ങനത്തെ? ഞാൻ അന്ന് ചെയ്തൊരു കാര്യം തെറ്റായി പോയിരുന്നു, അതൊന്ന് തിരിച്ചു ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാതിരുന്നെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ആരുടെയെങ്കിലും ഒക്കെ മനസ്സിലുണ്ടാവും, ഇല്ലേ? ഉണ്ടോ ആരുടെയെങ്കിലും ഒക്കെ? എല്ലാവരും ഉറങ്ങുമല്ലോ അല്ലേ? ഉണ്ടല്ലോ അവിടെ തന്നെ. എല്ലാം ഉണ്ടോ? Yes, we are here. ഉണ്ട് മാം. പല തവണ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒരുപാടുണ്ട് ജീവിതത്തിൽ. അതെ, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോഴും നമുക്ക് തിരുത്തണം എന്ന് വിചാരിച്ച് നമ്മൾ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന തീരുമാനങ്ങളും നമുക്കുണ്ടാവും, അല്ലെ? എന്തെങ്കിലും ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഞാൻ ഇതിനെ ഒന്ന് തിരുത്തി മാറ്റി ചെയ്യാമെന്ന്. അപ്പോ ഇതാണ് ഇന്നത്തെ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന എന്റെ ടോപ്പിക്. ബി എ വിറ്റ്നസ്, നോട്ട് എ ജഡ്ജ്. ഫോക്കസ് ഓൺ യുവർ സെൽഫ്, നോട്ട് ഓൺ അതേഴ്സ്. നമ്മളെ തന്നെ നമ്മൾ നോക്കിക്കാണുക അല്ലെങ്കിൽ നിരീക്ഷിക്കുക എന്നതിനേക്കാൾ വലിയൊരു കല വേറെയില്ല. മറ്റുള്ളവരെ നിരീക്ഷിക്കുന്നതിനേക്കാൾ നമ്മളെ നിരീക്ഷിക്കുക എന്നതാണ് ഏറ്റവും നല്ലൊരു കല. അത് നമ്മൾ പഠിച്ചെടുക്കേണ്ടത് പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളിലൊക്കെ അപ്പുറം നമ്മളെ തന്നെ സ്വയം നിയന്ത്രിച്ചാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഒരാള് എന്തെങ്കിലും ഒരു കമന്റ് പറഞ്ഞ് വേദനിപ്പിച്ചാല് നമ്മൾ ഉടനെ ആലോചിക്കുക എന്താ, അവൻ ശരിയല്ല, അവൻ എന്നെ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ പറഞ്ഞു, അത് ശരിയാണോ എന്നാണ് ഒരു ചോദ്യം ഉണ്ടാവുക. പക്ഷെ നമ്മൾ അതൊന്നും ആലോചിക്കേണ്ട, അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വയം തീരുമാനിക്കാം, ഇപ്പോ അവൻ എനിക്കൊരു ചെറിയ വേദന തന്നിട്ടുണ്ട്, എനിക്കൊരു വേദനയുണ്ട്, അവന്റെ വാക്കുകൾ എനിക്കൊരു വേദന തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഒരു വേദന നിറഞ്ഞിട്ടുണ്ട്. ആ വേദനയെ മാത്രം നമ്മൾ കണ്ടാൽ മതി. അതിനപ്പുറത്തേക്ക് അവൻ എന്താണെന്നോ അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നോ വിധിക്കാൻ നമുക്ക് അവകാശമില്ല എന്നല്ല, നമ്മൾ അതിന് തുനിയാതിരിക്കുക. അത് ഒരു പക്ഷേ എന്നല്ല, ശരിക്കും തീർച്ചയായിട്ടും നമ്മൾക്ക് മറ്റൊരാൾക്ക് വേദന സമ്മാനിക്കാതിരിക്കാൻ നമ്മളെ സഹായിക്കും. എന്റെ വേദന തന്നെയാണ് ഞാൻ മറ്റൊരാളെ ജഡ്ജ് ചെയ്യുമ്പോൾ അവന് കൊടുക്കുന്നു എന്നൊരു ബോധമാണ് നമ്മളതിന് തയ്യാറാക്കുന്നത്, അല്ലെങ്കിൽ നമ്മളതിന് പ്രാപ്തമാക്കുന്നത്. അപ്പോ നമ്മൾ സ്വയം തീരുമാനിക്കുക, ഞാൻ ഈ ഒരു വേദന മറ്റൊരാൾക്ക് സമ്മാനിക്കില്ല, ഇതെന്റെ തീരുമാനമാണ്. ഇത്തരം തീരുമാനങ്ങൾ നമ്മുടെ ലൈഫിൽ ഒരുപക്ഷെ നമുക്ക് നൽകുന്ന സമാധാനം നമുക്ക് പറഞ്ഞറിയിക്കാനേക്കാളും അപ്പുറമാണ്. ഒരു തീരുമാനവും ഇല്ലാതെ മാറിയിരിക്കുമ്പോൾ ചിലപ്പോ നമുക്ക് പരിഹാസങ്ങൾ കേൾക്കേണ്ടി വരാറുണ്ട്. പക്ഷെ
അതിനേക്കാൾ അപ്പുറം നമ്മുടെ മനഃശാന്തി, സമാധാനം, ഇതൊക്കെയാണ് പ്രാധാന്യം നൽകേണ്ടത്. എല്ലാവരും ഇനി ഒരു കാര്യം കൂടെ ചോദിക്കുകയാണേ, എല്ലാവരും കണ്ണാടി നോക്കാറില്ലേ? ഉണ്ടോ? ഉണ്ട് ഉണ്ട്. മാമി. ഓക്കെ. കണ്ണാടിയിൽ നോക്കിയിട്ട് എന്താ മുടിയൊക്കെ ചീകി അല്ലെങ്കിൽ പൗഡറൊക്കെ ഇട്ട് പൊട്ടൊക്കെ തൊട്ട് സുന്ദരന്മാരാണോ സുന്ദരിമാരാണോ എന്നൊക്കെ നോക്കും അല്ലെ? അങ്ങനെയാണോ ചെയ്യാറ്? കണ്ണാടി എന്താ ശരിക്കും ചെയ്യുക? കണ്ണാടി സുന്ദരന്മാരെ സുന്ദരിമാരെ മാത്രമേ കാണിച്ചു തരുള്ളൂ? ഇല്ല, നമ്മളെ അല്ല. എങ്ങനെ ഇരിക്കുന്നോ അത് കാണിച്ചു തരും. അതെ അതെ, തീർച്ചയായിട്ടും. നമ്മൾ എങ്ങനെയാണോ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നത്, കണ്ണാടിയുടെ മുന്നിലേക്ക് വരുന്നത്, അതിന്റെ ആ ആ രൂപം അല്ലെങ്കിൽ അതിനെ വെറുതെ കാണിച്ചു തരിക എന്ന് പറയും. അത് നമ്മള് ഉടുപ്പിന്റെ കളർ വേറെ അങ്ങ് മാറ്റി കാണിക്കുകയോ, അല്ലെങ്കിൽ നമ്മള് സുന്ദരനാണോ സുന്ദരിയാണോ എന്നോ, അല്ലെങ്കിൽ ഹൈറ്റ് കൂടുതലാണോ, ഇതൊന്നും അല്ല കാണിക്കുന്നത്. നമ്മൾ എന്താണോ അതിനെ എക്സാക്ട് നമുക്ക് തിരിച്ചു കാണിക്കുക, നമ്മൾ വെറുതെ കാണിച്ചു തരിക. അതാണ് കണ്ണാടി ചെയ്യുന്നത്. അപ്പോ നമ്മളും ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ മനസ്സും ഒരു കണ്ണാടി പോലെയാക്കുക. കാണുന്നതിനെ അതേപോലെ സ്വീകരിക്കുക. അതിനപ്പുറം അതിനൊരു നിറമോ കഥയോ ഭാവങ്ങളോ നൽകാതിരിക്കുക. നമ്മുടെ സോഷ്യൽ മീഡിയയും ഒക്കെ ഭയങ്കര സംഭവമല്ലേ ഇക്കാര്യത്തില്? ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോ കമന്റുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും ആക്റ്റീവ് ആണെന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയയും ബാക്കി കാര്യങ്ങളിലൊക്കെ അല്ലേ? ഒരു ചെറിയ സംഭവം മതി, അതിന്റെ താഴെ വരുന്ന കമന്റുകൾ വായിച്ചാൽ നമുക്ക് തോന്നും, അയ്യോ, ഇത്രയ്ക്കൊക്കെ ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റുമോ, അല്ലെ ഇങ്ങനെയൊക്കെ ഒരാൾ ഈ സംഭവത്തെ വലിച്ചൊടിക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് ആലോചിക്കേണ്ടി വരും പലപ്പോഴും. അത്രയ്ക്ക് എന്താ പറയാ, ഭയങ്കര ഭീകരമായിട്ടാണ് നമ്മൾ ഒരു സംഭവത്തെ കിട്ടിയാൽ അതിനെ വലിച്ച് കീറി, പിന്നെ എന്താ പറയാ, തേച്ച് ചുമരിലൊട്ടിക്കുക എന്നൊക്കെ പറയത്തില്ലേ, വലിച്ചു കീറി, എന്താ അങ്ങനെ ഒരു പ്രയോഗം ഉണ്ട് അല്ലെ, അതുപോലെ തേച്ച് കീറി ചുമരിലൊട്ടിക്കുക. അത് ചെയ്തു കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര ചിലർക്ക് അതൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. ഓക്കെ, ഞാൻ എന്തൊക്കെയോ ചെയ്തു, ഞാൻ എന്തൊക്കെയോ സംഭവിച്ചു. പക്ഷെ തിരിഞ്ഞു ചിന്തിക്കാനുള്ള ഒരു മനസ്സ്, ആരെയാണോ നമ്മൾ വിധിച്ചത്, അല്ലെങ്കിൽ ആരോടാണോ നമ്മൾ ഒരു വിധി പ്രഖ്യാപിച്ചത്, ആരെയാണോ നമ്മൾ മോശപ്പെടുത്തി സംസാരിച്ചത്, അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അയാളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കാറില്ല. ഇപ്പൊ തന്നെ ഈ അടുത്ത് തന്നെ 1-2 സംഭവങ്ങൾ ഉണ്ടായില്ലേ, വെറുതെ സോഷ്യൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരുപാട് പേര് വിധി പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം ആ പെൺകുട്ടിക്ക് സപ്പോർട്ട് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു അയാൾക്ക് സപ്പോർട്ട് ചെയ്തു. ഇപ്പൊ ആ ന്യൂസ് തേഞ്ഞു മാഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി കുറച്ചു ദിവസം കഴിയുമ്പോഴേക്കും അടുത്ത സംഭവം വരും, നമ്മൾ അതിന്റെ പുറകെ പോകും, നമ്മൾ അതിന് വീണ്ടും വിധികൾ പറയും. അങ്ങനെ നമ്മൾ നമ്മളുടെ സമയം വെറുതെ കളയും. ആ സമയം നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുക, നമ്മളുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നറിയുക, നമ്മൾക്ക് മറ്റുള്ളവരിൽ എന്ത് മാറ്റം വരുത്താൻ എന്ന് കഴിയും എന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ അർത്ഥവത്തായ ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും സാഹചര്യങ്ങളെയും സാക്ഷിയാക്കുക. അവർക്കൊരു സാക്ഷിയായി മാത്രം ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഒരിക്കലും ഒരു വിധിയാളാകാതിരിക്കുക. നമുക്ക് വിധിക്ക് പകരം കൗതുകവും വിമർശനത്തിന് പകരം കരുണയും വളർത്താൻ കഴിയണം. മറ്റുള്ളവരുടെ തെറ്റുകളിലേക്കല്ല നമ്മൾ പോകേണ്ടത്. നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയായിരിക്കണം നമ്മുടെ ശ്രദ്ധ. ലേബലുകളെ കാണാതെ താരതമ്യമില്ലാതെ ജീവിക്കാനും കഴിയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ തന്നെയാണ് ഇഷ്ടം അല്ലെ? എത്രയൊക്കെ ആയാലും ഒരു പരിധിക്കപ്പുറം നമ്മുടെ കാര്യങ്ങളിൽ വേറൊരാൾ കൈകടത്തിയാല് നമുക്ക് ഇഷ്ടാവോ? നമ്മൾ അത് ഒരിക്കലും അംഗീകരിക്കില്ല. അപ്പൊ എന്താ പറയാ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരാളുണ്ട്, ഇങ്ങനെ പയ്യെ പയ്യെ ഇങ്ങനെ ചൂണ്ടി ചൂണ്ടി പുറത്തേക്ക് വരും. ഞാൻ എന്തിനാ ഇവൻ പറയുന്ന കേൾക്കുന്നേ, അല്ലെ ഇവൻ എന്തിനാ എന്നെ നിയന്ത്രിക്കേണ്ട ആവശ്യം, അതിന്റെ ആവശ്യമുണ്ടോ, എനിക്കറിയില്ലേ ചെയ്യാൻ. ഇതിനെല്ലാം ഒരു വ്യക്തത വരുത്താൻ നമ്മൾ എപ്പോഴും ഒരു സാക്ഷിയായിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഒരാളെ വിധി പറഞ്ഞു തുടങ്ങിയാൽ നമുക്കെതിരെയും ആ വിധി വന്നുകൊണ്ടേയിരിക്കും. എപ്പോഴും നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മളെ ഭാവിയും ഭൂതവും എല്ലാം നിശ്ചയിക്കുന്നത് എന്ന് പറയാറുണ്ട്. നമ്മൾ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നു, ആവർത്തിച്ച് എന്താവശ്യപ്പെടുന്നു, അതിലേക്ക് തന്നെയാണ് നമ്മൾ പോവുക. അതുകൊണ്ട് എപ്പോഴും
നല്ലതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക, നല്ലൊരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് തിങ്കിങ് മാത്രം മനസ്സിൽ കൊണ്ട് നടക്കാൻ ശ്രമിക്കുക. ഇതൊന്നും പൂർണ്ണമായും പ്രാവർത്തികമല്ല എന്ന് ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അറിയാം. എപ്പോഴൊക്കെയോ നമ്മുടെ മനസ്സിൽ, ഇന്നും രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ, എന്തെങ്കിലും നെഗറ്റീവ് ഒക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഞാൻ ഇന്ന് രാവിലെ ചിന്തിച്ചു, ഞാൻ ഇന്നലെ രാത്രി ഗീസർ ഓൺ ചെയ്തിട്ടിട്ട് കിടക്കണം എന്ന് വിചാരിച്ചു. ഇവിടെ നല്ല തണുപ്പാണേ, അപ്പൊ ചൂട് വേണം, അപ്പൊ വിചാരിച്ചു. പക്ഷെ ഞാനത് മറന്നുപോയി. ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറയുകയും ചെയ്തു, ഒന്ന് ഓൺ ചെയ്തിടണേന്ന്. അപ്പം ഞാൻ ഓൺ ചെയ്തിടാൻ മറന്നതല്ല ഞാൻ ആദ്യം വിചാരിച്ചത്, ഞാൻ പറഞ്ഞതല്ലേ ചേട്ടനോട്. എന്നിട്ട് എന്താ ചെയ്യാണ്ടിരുന്നേ? അപ്പൊ രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ നോക്കുമ്പോ ഗീസറിന്റെ സ്വിച്ച് ഓഫാ. ആ ചേട്ടു ഇത് ഇന്നലെ ഓൺ ചെയ്തില്ല അല്ലേ, ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പക്ഷെ എനിക്ക് തിരിച്ചു ചിന്തിക്കാമായിരുന്നു, ഞാനായിരുന്നു ലാസ്റ്റ് ഉറങ്ങാൻ പോയത്, അപ്പൊ എനിക്കത് ഓൺ ചെയ്യാമായിരുന്നു, ഞാൻ ചെയ്തില്ല. അപ്പൊ ആദ്യം വന്നൊരു നെഗറ്റീവ് അതായിരുന്നു. അപ്പൊ ഞാനിന്ന് ആലോചിച്ചു, ഞാനിന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് ഇതിനെ കുറിച്ചാണ്. ഒരാളെ കുറിച്ച് വിധി പറയരുത്, അതിനെ നേരെ കൊണ്ടുപോകണം എന്ന് വിചാരിച്ച് ക്ലാസ് എടുക്കാൻ പോകുന്ന ഞാൻ എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? പക്ഷെ നമ്മളെല്ലാം മനുഷ്യരാണ്. ആത്യന്തികമായി നമ്മുടെ മനസ്സ് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതിനപ്പുറം പലപ്പോഴും ചാടി പോവാറുണ്ട്, അല്ലെ? നമ്മൾ എത്രയൊക്കെ തീരുമാനിച്ചാലും ചിലപ്പോഴൊക്കെ. പക്ഷെ കഴിയുന്നതും നമുക്ക് നമ്മുടെ മനസ്സിനെ നമുക്കൊന്ന് നിയന്ത്രിച്ച് നോക്കാം. നമുക്ക് ആ വഴിയിലേക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമുക്ക് ഒരാളെ പോലും മാറ്റാനോ അല്ലെങ്കിൽ അയാളുടെ ചിന്തകളെ നിയന്ത്രിക്കാനോ കഴിയാറില്ല. നമുക്ക് ആകെ കഴിയണ എന്താണ്? നമ്മളെ തന്നെ നിയന്ത്രിക്കുക, നമ്മളുടെ ചിന്തകളെ നിയന്ത്രിക്കുക, നമ്മളെ തന്നെ മാറ്റുക. സ്നേഹത്തോടെ, സന്തോഷത്തോടെ അല്ലെങ്കിൽ ജീവിതത്തെ ഒരു സാക്ഷിയായി കാണുമ്പോൾ നിങ്ങൾ മാത്രമല്ല, സ്വയം മറ്റുള്ളവരെയും നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളെ ഉപദേശിച്ച് മാറ്റുക എന്നുള്ളട്ടോ പറയുന്നത്. നമ്മുടെ കൂടെയുള്ളവരെ, അറ്റ്ലീസ്റ്റ് നമ്മുടെ കൂടെ താമസിക്കുന്ന നമ്മുടെ വീട്ടിലുള്ളവരെ, നമ്മുടെ ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു ചിന്ത കൊണ്ട് നമുക്ക് ഒരു പരിധി വരെ മാറ്റാൻ പറ്റും. ആ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് പുറത്തേക്കും കുറച്ച് കുറച്ച് എത്തിക്കാൻ കഴിയും. ഞാൻ ശരിക്കും പറഞ്ഞ പലപ്പോഴും പുറത്തേക്കൊന്നും അധികം പോവാത്ത ഒരാളാണ്. പോകുമ്പോൾ തന്നെ ഞങ്ങളുടെ ഓഫീസിലേക്കോ ഫാക്ടറിയിലേക്കോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കേ പോവാറുള്ളൂ. പക്ഷെ എന്റെ സൗഹൃദങ്ങൾ അധികവും ഫോണിലൂടെയും അല്ലാതെ ഒക്കെയാണ്, സോഷ്യൽ മീഡിയ ആ വഴിയിലൊക്കെയാണ്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ ഒരു ഫോൺ കോൾ, എൻ്റെ ഒരു എന്താ പറയാ, ഒരു മെസ്സേജ്, അത് നല്ല രീതിയിൽ സ്വീകരിക്കപ്പെടുമെന്നും ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് എൻ്റെ മുന്നിൽ എൻ്റെ കൂട്ടുകാർ ഉണ്ടാവുമെന്നും എൻ്റെ ഒരു വിശ്വാസമുണ്ട്. അത് ശരിക്കും എനിക്ക് നൽകുന്ന ഒരു പോസിറ്റീവ്, എൻ്റെ മൈൻഡ് അല്ലെങ്കിൽ ഒരു തോട്ട്, അത് വളരെ വലുതാണ്. അപ്പോ ഒരാളെ നേരിട്ട് കണ്ടോ അല്ലെങ്കിൽ എന്നും പുറത്തിറങ്ങി സംസാരിച്ചോ അല്ലാതെ തന്നെ നമുക്ക് നമ്മളുടേതായ ഒരു സർക്കിൾ ഉണ്ടാക്കിയെടുക്കാം, അതിനെ നന്നായി വിപുലപ്പെടുത്താം. എല്ലാത്തിനും കുറ്റങ്ങൾക്ക് പകരം അല്ലെങ്കിൽ വിധിക്കുന്നതിന് പകരം സാക്ഷിയായി മാത്രം നിൽക്കാനായിട്ട് നമുക്ക് കഴിയാം. ഇനി ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് ഒന്നും അല്ല കേട്ടോ, നമുക്കൊന്നൊന്ന് തീരുമാനിച്ചാലോ, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് സ്വയം ഒരു വാഗ്ദാനം എടുത്താലോ? ഞാൻ ഇന്ന് ഒരു സാക്ഷിയായിരിക്കും, എന്റെ സമാധാനം ഞാൻ കാത്തു സൂക്ഷിക്കും. എല്ലാവർക്കും അങ്ങനൊരു തീരുമാനമെടുക്കാൻ പറ്റുമോ? ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ? എല്ലാവരും ഒരു നിമിഷം കണ്ണുകളൊന്നും അടയ്ക്കാമോ? എന്നിട്ട് അടച്ചു എല്ലാവരും കണ്ണുകള്. യെസ്. എന്നിട്ട് സ്വയം പറയുക, നമ്മുടെ ഉള്ളില് സ്വയം തീരുമാനിക്കുക, ഇന്ന് ഞാൻ സാക്ഷിയായിരിക്കും, എന്റെ സമാധാനം ഞാൻ കാത്തു സൂക്ഷിക്കും. ഇന്ന് ഞാൻ സാക്ഷിയായിരിക്കും, എന്റെ സമാധാനം ഞാൻ കാത്തു സൂക്ഷിക്കും. ഇന്ന് ഞാൻ സാക്ഷിയായിരിക്കും, എന്റെ സമാധാനം ഞാൻ കാത്തു സൂക്ഷിക്കും. ഇനി എല്ലാവരും മെല്ലെ നിങ്ങളുടെ കൈകളൊന്ന് കൂട്ടിത്തിരിഞ്ഞ് ആ ചൂട് കണ്ണുകളിൽ വെച്ച് സാവധാനം പുഞ്ചിരിയോടെ കണ്ണുകൾ തുറക്കാം. ഈ സമാധാനം ഇന്ന് മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. ഇന്ന് ഒരു നല്ല ദിവസമാണ്.
എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ എൻ്റെ കഥ അല്ലെങ്കിൽ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെയും എൻ്റെ വാക്കുകളും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടേതായ കൂട്ടിച്ചേർക്കലുകൾക്കും വിമർശനങ്ങൾക്കും ആശംസകൾക്കും വേണ്ടി കാത്തിരിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീണ്ടും. മാം, താങ്ക് യു മാം. താങ്ക് യു സുമി അനിൽ. അതെ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കണ്ണാടിയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരെയും കാണണം എന്നുള്ള പോയിന്റ്. ഓക്കെ, ശരിയല്ലേ പറഞ്ഞത്? കണ്ണാടി കാണുന്നതല്ലേ? കണ്ണാടിയിൽ നമ്മൾ കുറുമ്പെടുത്താലും കണ്ണാടി കാണിച്ചു തരും, ദേഷ്യം കയറിയാലും കണ്ണാടി കാണിച്ചു തരും, ഇല്ലേ? അതുപോലെ തന്നെ കാണിച്ചു തരുമല്ലേ? അല്ലെങ്കിൽ അതെ, നമ്മൾ ചിരിക്കുന്ന മുഖത്തോട് നമ്മൾ കരഞ്ഞിട്ട് ചെന്ന് നിന്ന കണ്ണാടി നമ്മൾ ചിരിക്കുന്ന പോലെ കാണിക്കാറില്ലല്ലോ, ഉണ്ടോ? ഇല്ല ഇല്ല. Yes. അതുപോലത്തെ ആ കണ്ണാടി ഒരു എന്റെ വ്യൂ ഇത്രയും മാറ്റാൻ എനിക്ക് വളരെ ആ പോയിന്റ് ഞാൻ എപ്പോഴും ഓർക്കും. ഞാൻ മറ്റുള്ളവരെ കാണുമ്പോ ഞാൻ കുറച്ച് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുമായിരുന്നു. അതിന്റെ ആവശ്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, നല്ലൊരു കാര്യം. എപ്പോഴും കണ്ണാടിയാവാൻ ശ്രമിക്കുക. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സുസൻ മാം. ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള ഒരാള്. അയ്യോ, അങ്ങനെയല്ലോ, മോർണിംഗ് സർക്കിളിലെ കമന്റുകളിൽ എന്നും പ്രഭാതത്തിൽ വരുന്ന ചന്ദ്ര മാമും സൂസൻ മാമും ഒക്കെ വളരെ ഓ, താങ്ക് യു ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. ഓക്കെ, എനിവേ നല്ല ക്ലാസ് ആയിരുന്നു. നമ്മളിലേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്ത് നോക്കുക എന്നുള്ളത്, അത് നമ്മൾ എങ്ങനെയായിരിക്കുന്നോ അത് കാണുക, മറ്റുള്ളവരിലേക്ക് ഫോക്കസ് ചെയ്യാതെ വാട്ട് ക്യാൻ വി ഡു ടു ഇംപ്രൂവ് അവർ സെൽസ് ഫോർ അവർ ഓൺ ഗ്രോത്ത്. അതൊക്കെ നന്നായിട്ട് പറഞ്ഞു തന്നു. പിന്നെ ഞാൻ ഒരു നല്ല ഓത്തും പറഞ്ഞ് എടുപ്പിച്ച് നല്ല രീതിയിൽ ആ ക്ലാസ് വൈൻഡപ്പ് ചെയ്തു. അതായത് എൻ്റെ സമാധാനം ഞാൻ എന്നിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യും, എൻ്റെ സമാധാനം ഞാൻ കാത്തു സൂക്ഷിക്കും എന്നുള്ളത് വളരെ നല്ല മെസ്സേജ് ആയിരുന്നു. കാരണം രാവിലെ മോർണിംഗിൽ തന്നെ എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജിയിലോടുകൂടി നമ്മുടെ ഒരു ഫോക്കസ് എവിടെ ആയിരിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലും, നമ്മളെ തന്നെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്, അല്ലാതെ മറ്റുള്ളവരുടെ ചേഞ്ച് അല്ല. നമ്മളെ ചേഞ്ച് ചെയ്യുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആകുക എന്നൊക്കെയുള്ള നല്ല മെസ്സേജ് പറഞ്ഞു തന്നു. സോ താങ്ക് യു വെരി മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മാം. എന്നെ കേട്ടിരുന്നതിനും ഇത്ര നല്ലൊരു ഫീഡ്ബാക്ക് തന്നതിനും ഒരുപാട് നന്ദി. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. Good morning, Rani ma'am. ഗുഡ് മോർണിംഗ് ചന്ദ്ര മാം. My batchmate, as Yes. usual, you are pleasant looking and well presented. Nalla topic, but നമ്മളെല്ലാരും first we should understand ourselves. നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ബാക്കിയുള്ളവരിനെ pinpoint ചെയ്യുമ്പോൾ. Easy to pinpoint drawbacks in others, അല്ലേ? നമുക്ക് കുറ്റം പറയാൻ ഇത് എളുപ്പമാണ്. അതേ രീതിയിൽ however we try to insult others without thinking. So അതുകൊണ്ട് എംപത്തറ്റിക് ആയിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കുക. സിമ്പത്തി അല്ല, എംപത്തിയാണ് വേണ്ടത് എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കിയിട്ട് we need to move on in our life. സോ അത് മാമിന്റെ ആ ടോക്ക് ത്രൂ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് ആണ് എപ്പോഴും. ആൻഡ് വേറെ ഒരു കാര്യം പറഞ്ഞത്, നമ്മള് വിറ്റ്നസ് ആയിരിക്കണം, ജഡ്ജ് ആവരുത്. ബിക്കോസ് എന്റെ ഒരു ഇവാലുവേഷൻ ഇന്നത്തെ കുട്ടികൾ കുറച്ചുകൂടെ ജഡ്ജ്മെന്റ് ആവണില്ല. ബിക്കോസ് പലപ്പോഴും ഞാൻ ഫീൽ ആയിട്ടുണ്ട്, ഞാൻ പലപ്പോഴും ഒരു അഭിപ്രായം പറയുമ്പോ, അമ്മ ജഡ്ജ്മെന്റ് കൊടുക്കരുത്, ഡോണ്ട് ജഡ്ജ് അതേഴ്സ്, യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദം എന്നുള്ള രീതിയിൽ എപ്പോഴും പറയാറുണ്ട്. സോ എനിക്ക് തോന്നുന്നത് ഒരു ജനറേഷൻ ആ രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. എപ്പോഴും ഒരു കാര്യം കാണുമ്പോൾ നമ്മൾ അതിനെ കുറിച്ചിട്ട് ജഡ്ജ്മെന്റ് പാസ് ചെയ്യുന്ന ഒരു ടെൻഡൻസി, അതെന്താണ് ഇവാലുവേറ്റ് ചെയ്യുക. സോ അത് നമ്മൾ കുറയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തിയാൽ തന്നെ വിൽ ബി പീസ്ഫുൾ വിത്ത് അവർ സെൽസ്. ജസ്റ്റ് ലിവ് യുവർ ലൈഫ് എന്നുള്ള ഒരു
മെസ്സേജ് ആണ്. ആൻഡ് നമ്മളുടെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് ലൈഫിൽ പോവാനുള്ള മെസ്സേജ് മാം വളരെ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. യു ഇൻക്ലൂഡഡ് സം ആക്ടിവിറ്റീസ് ആൻഡ് ഓൾ. വെരി നൈസ് മാം. ബെസ്റ്റ് വിഷസ് ഫോർ യു ആൻഡ് ഓൾ ഡേ. താങ്ക് യു മാം. Thank you, Chandra ma'am. Thank you for your kind words and supporting me. So thank you very much. ഗുഡ് മോർണിംഗ് മാം. Good morning. നല്ലൊരു ടോപ്പിക് ആയിരുന്നു. ഇപ്പൊ രണ്ടുപേരും കമന്റുകൾ പറഞ്ഞതുപോലെ തന്നെ, ചന്ദ്ര മാം പറഞ്ഞതുപോലെ തന്നെ, നമ്മുടെ സൂസ മാം പറഞ്ഞതുപോലെ തന്നെ, മറ്റൊരാൾ നമ്മുടെ മുമ്പിൽ വരുന്ന സമയത്തും അയാൾ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെ പെട്ടെന്ന് അത് പുറപ്പെടുന്ന ആ ഒരു സ്വഭാവം നമുക്ക് നല്ലതല്ല എന്നതാണ് ഈ ഒരു നമുക്ക് സെഷനിൽ മനസ്സിലായിട്ടുള്ളത്. കാരണം നാം മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നത് നിർത്തുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ജഡ്ജ് ചെയ്യാതെ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകും എന്നുള്ളത് ഏറ്റവും നല്ലൊരു അറിവാണ് നമുക്ക് ഈ സെഷനിലൂടെ കിട്ടിയിട്ടുള്ളത്. ആ ഒരു നല്ലൊരു ഫ്ലോ, ഈ ഒരു അറിവ് ഒരു ഫ്ലോയിൽ തന്നെ ഒരു സെഷന് നമുക്ക് മനസ്സിലായി. നല്ല തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നല്ല വേയിൽ തന്നെയാണ് പോയത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനിയും ഇതേപോലെ ടോപ്പിക്കുമായിട്ട് മാം ഇനിയും വരണം. ഓക്കെ, താങ്ക് യു മാം. തീർച്ചയായും സർ. ഞാൻ ആദ്യമായിട്ട് സാറിന്റെ ഒരു ഇത് കേൾക്കുവാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് റോഫ് സാർ. ചന്ദ്ര മാം പറഞ്ഞ പോലെ ബാച്ച്മേറ്റ്സ് ആണ്. ആസ് യൂഷ്വൽ നല്ല പ്ലസന്റ് ആണ് മാമിന്റെ ഫേസും സംസാരമൊക്കെ. നമുക്ക് കേട്ടിരിക്കാൻ ഇങ്ങനെ കവിത പറയുന്ന പോലെയാണ്. കവിത വായിക്കാൻ ചെയ്യണേ, വായിക്കുന്ന പോലെ മാമിന്റെ ക്ലാസ്സുകള്. എന്താണ് നമ്മൾ ഈ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കാണുമ്പം കുറച്ചൊക്കെ കാണും, ബാക്കിയൊക്കെ നമ്മുടെ ബ്രെയിന് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് അസ്യൂം ചെയ്യുന്നു പറയുന്നേക്കാം, മുഴുവനായിട്ടും കണ്ടില്ലെങ്കിലും. അതുപോലെ തന്നെയാണ് തോന്നുന്നത് നമ്മുടെ ചിന്തകളും. നമ്മുടെ ഒരു പെർസെപ്ഷൻ, ആളുടെ മുൻ എക്സ്പീരിയൻസ്, നമുക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ്, കുറേ കാര്യങ്ങൾ നമ്മൾ കൂട്ടുമല്ലേ. ഇപ്പം മാം ഈ മിററിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നത്. നമ്മൾ ഈ ഫോണിന്റെ ക്യാമറയിൽ കാണുന്ന പോലെയാണെന്ന് തോന്നുന്നു നമ്മളിപ്പോ കാണുന്നത് അല്ല. അതിനകത്തൊരു ഫിൽറ്റർ ഉണ്ടാവും, കളേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രൂപം എങ്ങനെയാണോ അങ്ങനെയാണ്. അതുപോലെ തന്നെ അതെ, എയുടെ സഹായം എടുക്കും. അതുപോലെ തന്നെയാണ് നമ്മളൊരു വ്യക്തിയെ കാണുന്നതും. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ അയാൾ എന്ത് ചെയ്താലും കുറ്റമായിരിക്കും. അതേസമയം ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അയാൾ ചെയ്യുന്ന കുറ്റങ്ങളൊക്കെ നമ്മള് പോട്ടേന്ന് വെക്കും. അപ്പം തൽക്കാലം പറഞ്ഞ സംഭവത്തിന് ഹാലോ ഇഫക്റ്റ് അതാണോ ഇത്? ഹാലോ ഇഫക്റ്റ്, അതെ. ഹാലോ ഇഫക്റ്റ് എന്ന് പറയുന്നത് അതെ, ഒരാൾ ഒരിക്കൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ചെയ്താൽ പിന്നീട് അയാൾ ചെയ്യുന്നതെല്ലാം നമുക്ക് കുറ്റമായിട്ട് തോന്നും. അതെ, അതാണ് ഹാലോ ഇഫക്റ്റ്. ഗസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ കാഴ്ചക്ക് ബ്രെയിന് മുമ്പത്തെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ എന്താണ് അതിന്റെ പേര്. എന്തായാലും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമുക്ക്. നമ്മുടെ ഒരു വേർഷനാണ് നമ്മൾ മനസ്സിലാക്കുന്നതും കേൾക്കുന്നതെല്ലാം. അപ്പൊ മാം പറഞ്ഞ പോലെ തൽക്കാലം ഫോണിന്റെ AI ക്യാമറയൊക്കെ മാറ്റി വെച്ചിട്ട് കണ്ണാടിയിലേക്ക് നോക്കുന്ന പോലെ ആളുകളെ കാണാൻ ശ്രമിക്കുക അല്ലെ. എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ, ഒരു മാറ്റവും വരുത്താതെ അതുപോലെ തീരുമാനിക്കുക, അതുപോലെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മാം പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത്, നമുക്ക് പലപ്പോഴും എല്ലാ കാര്യത്തിലും അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അല്ലെ. എന്തോ ഒരു സ്വൈരക്കേടാണ്. പക്ഷെ സത്യത്തിൽ ചില കാര്യങ്ങളൊന്നും നമ്മൾ അഭിപ്രായം പറയേണ്ട ആവശ്യമേ ഉണ്ടാവില്ല. നമ്മൾ അത് കേൾക്കുകയാണെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ അതങ്ങ് വിടുക എന്നുള്ളതാണ്. അഭിപ്രായങ്ങൾ പറയുമ്പോഴാണ് ഈ കോൺഫ്ലിക്റ്റ് വരുന്നതും പിന്നെ അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറുന്നു. അപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, ഒരു പുള്ളി സൂയിസൈഡ് ചെയ്തതിന്റെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ അതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആ വീഡിയോ കണ്ടോ? വീഡിയോ ഒന്നും ഞാൻ കണ്ടില്ല, അതിന്റെ ആവശ്യം എന്താ? അതിൽ വരുന്ന കമന്റുകൾ വായിച്ചാ പോരെയെന്ന്. അപ്പോ അറ്റ്ലീസ്റ്റ് ഒരു 2 മിനിറ്റ് ചെലവഴിച്ച് അത് എന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്നതിന് മുമ്പേ എനിക്ക് ഏതാണോ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഞാൻ ആ സൈഡിലേക്ക് മാറി നിന്നിട്ട് അവരുടെ അഭിപ്രായങ്ങളുടെ കൂടെ ഞാനും പോവുക എന്നുള്ള ഒരു തീരുമാനമാണ് പലരും എടുക്കാറ്. അതെ. പിന്നെ സോഷ്യൽ മീഡിയക്ക് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. സോഷ്യൽ മീഡിയ എപ്പോഴും നമ്മളെ സർക്കിളിലുള്ള കാര്യങ്ങളാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. ഇപ്പം നമ്മള് ഒരു പ്രത്യേക പൊളിറ്റിക്കൽ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അവരുടെ പോസ്റ്റുകളും അവരുടെ കമന്റുകളും മാത്രമേ നമ്മൾ കാണുള്ളൂ. ഫൈനലി വി എൻഡ് അപ്പ് ബിലീവിങ് അതാണ് ശരിയെന്ന് മാം പറഞ്ഞ പോലെ. അതിന്റെ മറ്റേ വേർഷൻ നമ്മൾ ഒരിക്കലും നമുക്ക് കാണിച്ചു തരുന്നില്ല. ഈ സംഭവം അങ്ങനെ തന്നെയാണ്. അതിൽ കാണുന്ന കമന്റ് എല്ലാം ഇങ്ങനെയാണ്, അതുകൊണ്ട് അത് സത്യമാണെന്ന് വിചാരിക്കുന്നു.
അപ്പം കുറച്ചും കൂടെയൊക്കെ അല്ലേ തെളിഞ്ഞ വെള്ളത്തിലൂടെ നോക്കുന്ന പോലെ കാണാൻ അതെ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്തായാലും വളരെ നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചു. താങ്ക് യു മാം. താങ്ക് യു റോസ് സാർ. താങ്ക് യു വെരി മച്ച്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ആതിര മാം. വളരെ നല്ലൊരു ടോപ്പിക് ആയിരുന്നു. രാവിലെ തന്നെ മാം ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവാൻ എന്ത് വേണോന്നുള്ളത് പഠിപ്പിച്ചു തന്നു. പിന്നെ അതുകൊണ്ട് പഴയൊരു ചൊല്ലുണ്ടല്ലോ, മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്നുള്ളത്. അപ്പൊ എനിക്ക് മാം അതെ ഇതൊക്കെ പറഞ്ഞപ്പോ പെട്ടെന്ന് അതാ ഓർമ്മ വന്നത്. അപ്പൊ നമ്മളെ ജഡ്ജ് ചെയ്യാതെ നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യുക. അപ്പൊ നമുക്ക് കുറെ ഇമ്പ്രൂവ്മെന്റ് വരും. മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനാണ് എല്ലാവർക്കും ഇൻട്രസ്റ്റും താല്പര്യവും. ഇപ്പൊ അതെ അതെ ഞാനായാലും നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന പെട്ടെന്ന് കണ്ട് നമ്മൾ ചെയ്യുന്നത് തന്നെ ആയിരിക്കും അവര് ചെയ്യുന്നത്. പക്ഷെ നമുക്കത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. നമ്മൾ ചെയ്യുന്നത് നമ്മൾ അതുകൂടെ വിടുകയും ചെയ്യും. അപ്പൊ എന്തായാലും നല്ലൊരു സെക്ഷൻ ആയിരുന്നു. പിന്നെ മാമിന്റെ വോയിസ് ഇങ്ങനെ കേട്ടിരിക്കാൻ നല്ലൊരു സുഖമാണ്. അതുകൊണ്ട് നന്നായിട്ട് താങ്ക് യു ഇഷ്ടപ്പെട്ടു. താങ്ക് യു താങ്ക് യു താങ്ക് യു ആതിര. താങ്ക് യു മാം. റാണി മാം ഗുഡ് താങ്ക് മോർണിംഗ്. യു. ഗുഡ് മോർണിംഗ് ജേക്കബ് സർ. എന്തുണ്ട് വിശേഷം? നിങ്ങളൊക്കെ തന്ന കോൺഫിഡൻസ് വളരെ വലുതാണ് കേട്ടോ. നമ്മൾ ക്ലാസ്മേറ്റ്സ് ആകുമ്പോ ഇതല്ലേ ഏറ്റവും കുറവ് ചെയ്യണ്ടേ? കുറച്ചു പേരുണ്ട് അതെ നമ്മൾ ഈ അതെ ബാച്ചിലൂടെ. അതെ സന്തോഷം മാമിന്റെ വോയിസ് രാവിലെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെടുത്തി കേൾക്കാൻ പറ്റിയതിൽ. നമ്മുടെ ഈ ഒരു സമയം മാം ആദ്യം തുടങ്ങിയപ്പോ പറഞ്ഞ പോലെ ആ ഒരു ദിവസത്തിന്റെ തിരക്കിലേക്ക് പോകാതെ നമുക്ക് വേണ്ടി മാത്രമുള്ള ആ ഒരു നിമിഷങ്ങളല്ലേ. അന്നേരം നമ്മളെ കുറിച്ച് അതെ തന്നെ നമ്മളൊന്ന് റിഫ്ലക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലതായിട്ട് എന്താ ഉള്ളത്? അല്ല, ആ കാലെടുത്ത് ശരി അങ്ങോട്ട് ഡോറിന് പുറത്ത് വെക്കുന്നതോടെ തുടങ്ങുകയാണ്. അവിടെ ഇവിടെ എന്താ നടക്കുന്നത്, ഇവിടെ എന്താ നടക്കുന്നത്, അപ്പുറത്ത് എന്താ നടക്കുന്നത്, അവനെന്താ അങ്ങനെ ചെയ്തേ, ഇവനെന്താ ഇങ്ങനെ ചെയ്തേ. സോഷ്യൽ മീഡിയയിൽ ഞാൻ തീർച്ചയായും അധികം കമന്റ് ചെയ്യാത്ത ആളാണ്. അതെ, തീർച്ചയായും അതാണ്. ഞാനപ്പം ചിന്തിക്കുകയെ എൻ്റെ സുഹൃത്തുക്കൾ എപ്പോഴും ഏറ്റവും കൂടുതൽ പറയുന്നതാണ്. ഇപ്പൊ കുറച്ച് മുന്നേ ഇവിടെ തന്നെ പറഞ്ഞാണ്, എന്തിനാ കാണുന്ന, കമന്റ് വായിച്ച പോലെ. അപ്പം ഞാൻ ചിന്തിക്കും, കമന്റ് വായിക്കുന്ന ആണപ്പം പ്രധാനമല്ലേ? നമ്മൾ പെട്ടെന്ന് ആദ്യമായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുന്ന സമയത്ത് ആദ്യം ഒന്നും ഇങ്ങനെ അല്ലല്ലോ. അപ്പൊ അല്ല അല്ല ഇംഗ്ലീഷിൽ അല്ല ഒരു ടേം വരെ കോയിനായി, കീബോർഡ് വാരിയേഴ്സ് എന്നുള്ളൊരു ടേം ഒരിക്കലും ജീവിതത്തിൽ അതെ കാണത്തുമല്ലോ. ഒന്നുമില്ല, യുദ്ധമാണ് നടക്കുന്നത്. ഇപ്പുറത്തിരുന്ന് അങ്ങോട്ട് ടൈപ്പ് ചെയ്യുന്നു, അപ്പുറത്തിരുന്ന് ഇങ്ങോട്ട് ടൈപ്പ് ചെയ്യുന്നു. യുദ്ധമാണ് അവിടെ, പടക്കളം പോലെയാണ് നേരിട്ട് എന്ന് കാണുവോ പറഞ്ഞ. പേരോ നാളോ അറിയാത്തവരോടാണ് ഈ ഫൈറ്റ് ചെയ്യുന്നത് നമ്മള്. അതുകൊണ്ട് അതിനകത്ത് നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല, കേട്ടിട്ടുണ്ടോ ഇല്ല, പരിചയമുണ്ടോ ഒന്നുമില്ല. നമുക്ക് അതെ, തോന്നുന്നത് വിളിച്ചു പറയുക, അപ്പുറത്തുനിന്ന് വരുന്ന മുഴുവൻ അതേപോലെ സ്വീകരിക്കുക. സ്വീകരിക്കുകയാണ്. എന്നിട്ട് ഒരു അവയിലായിട്ട് അവസ്ഥയിൽ ഇരിക്കുകയാണ്. എന്നിട്ട് എന്തോ ഒരു സംതൃപ്തി നേടിയ പോലാണ് കുറെ എന്തോ ടൈപ്പ് ചെയ്ത് വെച്ചപ്പം. ഉം. അപ്പൊ നമുക്ക് ഒത്തിരി റിഫ്ലക്ട് ചെയ്യാനും പഠിക്കാനും ഉള്ളൊരു വിഷയമാണ്. എന്തിനാ ഈ മറ്റൊരു കാര്യം, ആദ്യം സ്വയം ഒന്ന് നോക്ക്, തെളിഞ്ഞ വെള്ളമാണോ? അതെ തീർച്ചയായിട്ടും. ഉം. അതെ, നല്ലൊരു തെളിഞ്ഞ വിഷയം മാം. മുഴുവൻ തെളിഞ്ഞതൊന്നുമല്ല, അത്യാവശ്യം കലക്കലൊന്ന് മാറ്റി വെക്കാനെങ്കിലും നമ്മളെ കൊണ്ട് പറ്റും ഇല്ലേ? മറ്റൊരു പഴഞ്ചൊല്ലും അതായിട്ട് ബന്ധപ്പെടുത്തിയില്ല, അവനവന്റെ കണ്ണിലെ കരടൊന്ന് മാറ്റ്, അപ്പുറത്ത് അതെ അങ്ങനൊക്കെ തീർച്ചയായിട്ടും. ചെറിയ കാര്യങ്ങൾ ചേർത്ത് പിടിച്ചാൽ മതി. ഈ ലോകം എന്ത് സുന്ദരമാക്കാം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതുപോലെ ഒരു വിപത്തായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യത്തിൽ ഒരു ജീവൻ വരെ എടുക്കുക എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് കഴിഞ്ഞ ദിവസം ഇന്നലെ ഞങ്ങള് ഫ്രണ്ട്സ് ചായ കുടിക്കാൻ നേരം പറഞ്ഞാണ്, കുറച്ച് പിള്ളേര്, ടീനേജ് പിള്ളേര് ഈ ലൈക്കും ഷെയറിനും വേണ്ടി തമ്മിൽ തല്ലുകയാണ്, അടിയും ബഹളവും. ഉം. എന്നിട്ട് അതിനെ അവര് തന്നെ, അവരുടെ ഇടയിൽ നടന്ന പ്രശ്നം അവരപ്പം തന്നെ എയർ ചെയ്തു. കാരണം അതും വൈറലാവാനുള്ള ഒരു കാര്യമാണ് ഉം. എന്നൊക്കെ അതെ, പറയുന്നത്. ഇന്നലെ വയനാട്ടിലൊരു സംഭവം നടന്നല്ലോ. സാറ് പറഞ്ഞതുപോലെ ഒരു കുട്ടീനെ 3-4 പേര് ഉപദ്രവിക്കുന്നത്, അവരുടെ കൂടെ തന്നെ ഒരാളെ വീഡിയോ എടുത്തിടുന്നു. അവരെന്നേരം അറസ്റ്റ് ചെയ്തു. ഞാൻ നടന്ന സംഭവം അതെ അതെ ആ അതെ യെസ് സർ. ഇപ്പൊ മൂന്ന് കുട്ടികളെ. Yeah. യെസ് സർ. ഭയങ്കര. അതെ, പറയുമോ? അവർ വളരെ ട്രാജഡി സർ. അവര് പറയുന്ന വാക്കുകളും പർപ്പസ് എന്താണെന്ന് അറിയണില്ല. അത്രമാത്രം കുട്ടീനെ ദ്രോഹിച്ചിട്ടാണ്, കുട്ടി എന്നെ വിടുന്നൊക്കെ, എന്നെ അടിക്കണ്ടെന്നൊക്കെ പറയണത്. ആ വീഡിയോ ഇപ്പൊ സർക്കുലേറ്റ് ആവുന്നുണ്ട് യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ. വെരി ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ. 2-3 ഇൻസിഡന്റ് ഈ അടുത്തായിട്ട് ഉണ്ടായിട്ടുണ്ട് സർ. ആ കുട്ടീനെ അതെ ഫോണിൽ വിളിച്ചു വരുത്തിയതാന്ന് തോന്നുന്നു, ഒരു ഒഴിഞ്ഞ അതെ പ്രദേശത്തേക്ക്. ഫോണില്.
അതെ സർ, ഒന്ന് വന്നിട്ട് ഈ ഫോൺ ബൂത്തിന്റെ അടുത്ത് ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ സർ നിസോ സർ പറയണ ആ ഒരു ഇൻസിഡന്റ് പിന്നെ രണ്ടാമത്തെ ഇൻസിഡന്റാ സർ. ഈ ജുവനൈൽ ജസ്റ്റിസിന് റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ അത് ഇഷ്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. എങ്ങനെയെങ്കിലും വൈറലാവുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ ചിന്ത എന്ന് തോന്നുന്നു. ഭക്ഷണത്തിന് പകരം സോഷ്യൽ മീഡിയ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടെ ആരായാലും നമ്മളായാലും അവരായാലും. പക്ഷെ മാം എന്നത്തെ പറഞ്ഞതുപോലെ ടോപ്പിക്കിനെ അതൊന്ന് ജഡ്ജ് ചെയ്യാതെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ആരെന്ത് കമന്റ് ഇട്ടാലും അത് കുറഞ്ഞത് വായിച്ച് 2 ലൈനേ വായിക്കൂ, അത് ബാക്കിയുള്ളത് വായിക്കില്ല. എന്നിട്ട് ആ തുമ്പും വാലും വെച്ചിട്ട് അതിനെതിരെ പ്രതികരിക്കുക. അപ്പൊ അതേ നാട്ടിൽ നമ്മുടെ ഒരു ട്രാൻസ്ജെൻഡർ ഉണ്ടായിരുന്നു, ജാസിം. അവൻ എന്തൊക്കെയോ ഒരുപാട് വിളിച്ചു പറയുന്നു. അതിനെ പ്രൊവോക്ക് ചെയ്തിട്ട് മറ്റുള്ള ആളുകൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ഇത് രണ്ട് കോഴിക്ക് ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ടാന്ന് അവർക്ക് തന്നെ ഉറപ്പില്ല. ഈ പറയുന്ന ജാതി അവനും ഓർമ്മയില്ല. ഇതിനെതിരെ അനാവശ്യം വിളിച്ചു പറയും. എന്തൊരു മോശമായിട്ടുള്ള തെറികളാണ് ഇതിലൊക്കെ വിളിച്ചു പറയുന്നത്. നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്. ഈ സോഷ്യൽ മീഡിയ വേണ്ടാന്നുള്ള രീതിയിൽ. അപ്പൊ അതിന് ഈ ഒരു 50% സപ്പോർട്ടിങ്ങും ഒരു 50% ഒരു എന്താണ് ഇതിനൊക്കെ എതിരാണ്, ഇതൊക്കെ അവനെ മോശമായിട്ട് തെറി പറയുന്ന റൈറ്റപ്പിലൂടെ തെറി കറിയും, ചില ആളുകൾ വോയിസിലൂടെ, ഇങ്ങനെ പല സംഭവങ്ങൾ. ഇതിലൊന്നും അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. 10% ഈ കമന്റ് വായിച്ച് ആസ്വദിച്ച് ചിരിക്കുന്ന ആളുകൾ, അങ്ങനെയുണ്ട് ഇതില്. കമന്റ് വായിക്കാൻ മാത്രം ആളുകൾ വരുന്ന ആളുകളാണ്. സർ എന്തറിയോ സർ, നമ്മൾ ഇൻഡിവിജ്വൽ എന്താണെന്നുള്ളത് ചിന്തിക്കുന്നില്ല. അവിടെ ഈ നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റിയാണ് നഷ്ടപ്പെടുന്നത്. ബാക്കിയുള്ളവര് നമ്മൾ എന്താണെന്നുള്ളത് ഫൊർഗെറ്റ് ചെയ്തിട്ട് ഇതായിരിക്കും നമ്മൾ ഹൈലൈറ്റ് ചെയ്യുക. ചിലപ്പോ ബേസിക്കലി ഒരു ഡിഫറെന്റ് ക്യാരക്ടർ ആയിരിക്കും, പക്ഷെ ഈ ഫ്ലോയില് കമന്റ് അടിക്കണം ഉള്ള ഒരു തോട്ട് പ്രോസസ്സിലാണ്. സോ യു ആർ ലൂസിങ് യുവർ സെൽഫ്, യു ആർ നോട്ട് ബോതേർഡ് അബൌട്ട് യുവർ സെൽഫ് എന്നുള്ള ഒരു ജനറേഷനും പീപ്പിൾ അറൗണ്ട് us ഒരുപാട് ഉണ്ട്. സോ മാം പറയുന്ന ഈ ഒരു ടോപ്പിക് നമ്മൾ എപ്പോഴും വാട്ട് വി ആർ, ഞാൻ എന്താണെന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കണം എല്ലാ പോയിന്റ് ഓഫ് ടൈമിലും. അതർവൈസ് ഈ മാതിരി ഇഷ്യൂസ് റോബ് സർ പറയുന്നത് പല സ്ഥലത്തും നമ്മൾ സൈലന്റ് ആയി ഇരുന്നാൽ മതി. നോ നീഡ് ഓഫ് കമന്റ്സ്. ആ ഒരു തിങ് ഇറ്റ് സെൽഫ് ഇസ് ഇനഫ്. നമ്മൾ തന്നെ താഴ്ത്താണ് പലപ്പോഴും ഈ അഭിപ്രായമൊക്കെ പറയുമ്പോൾ. വി ലൂസ് അവർ ഇൻഡിവിജ്വാലിറ്റി, വി ലൂസ് അവർ സെൽഫ്. അവിടെയാണ് ഈ മാം നമ്മൾ പറയണ മാതിരി ജഡ്ജ്മെന്റൽ ആവാതിരിക്കുക, അനലൈസ് ചെയ്യുക. ഇപ്പൊ മാം പറയുമ്പോൾ എനിക്ക് സാറൊക്കെ പറയുമ്പോ ആ സ്റ്റോറി നമ്മൾ ചെറുപ്പത്തിലെ ഞങ്ങളൊക്കെ കേട്ട ഒരു സ്റ്റോറിയാണ് ആ മംഗൂസിന്റെ സ്റ്റോറി. ആ ലേഡി വന്നിട്ട് അനലൈസ് ചെയ്യാതല്ലേ ആ മംഗൂസിനെ കൊല്ലുന്നത്. സോ ആ ഡേയ്സ് ഒക്കെ നമ്മൾ ആ സ്റ്റോറി കേട്ടത് കൊണ്ട് ഓൾവേസ് നമ്മൾ അലേർട്ട് ആയിരിക്കും. ഇന്നത്തെ കുട്ടികൾ ഈ മാതിരി സ്റ്റോറീസ് കേൾക്കണില്ല. സോ ഇൻസ്റ്റന്റ് റിയാക്ഷൻസ് ആണ്. അവർക്കെല്ലാം അതിമാനുഷികരായ കഥാപാത്രങ്ങളാണ് ഇന്നലത്തെ കുട്ടികളുടെ മുന്നിലുള്ളതല്ല. സ്വിച്ച് ഇട്ടാൽ അല്ലെങ്കിൽ പറഞ്ഞ പോലെ സൂപ്പർമാനും അങ്ങനത്തെ അതിമാനുഷികം, അല്ലെങ്കിൽ മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അധികം കഴിവുകളുള്ള ആളുകളെയാണ് അവർ ആരാധിക്കുന്നതും അവരുടെ മുന്നിൽ അവർ കൊണ്ടു നടക്കുന്നതും അങ്ങനത്തെ ആളുകളെയാണ്. അല്ലാതെ നമ്മളുടെ പോലെ പഞ്ചതന്ത്രം കഥയോ അല്ലെങ്കിൽ തെന്നാലി രാമനോ അങ്ങനത്തെ ആരുകളും അവരെ ഇല്ല. മായാവിയും ലുട്ടാപ്പിയും ഒക്കെയാണ് നമ്മുടെ കഥാപാത്രങ്ങളായിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. അവരൊക്കെ ഒരുപാട് മാറി ചിന്തിക്കുന്ന കുട്ടികൾ, അതിനനുസരിച്ച് ലോകവും പോകുന്നു. അതൊക്കെ ഓരോരോ കാലത്തിന്റെ മാറ്റങ്ങളായിട്ട് നമ്മൾ സാക്ഷിയായി മാത്രം അംഗീകരിക്കുക. അവർക്കൊക്കെ അന്നത്തെ കാലത്തൊക്കെ ബുക്സും ഒക്കെ അതൊക്കെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഇപ്പൊ എല്ലാവരുടെയും കയ്യില് മൊബൈലും സോഷ്യൽ മീഡിയ ആണുള്ളത്. അപ്പം രാവിലെ എഴുന്നേറ്റ് ഇപ്പം എനിക്ക് എന്താ ചെയ്യാനുള്ളതെന്നോ അല്ലെങ്കിൽ എന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് എങ്ങനെ എനിക്ക് പെർഫോം ചെയ്യാം, അല്ലെ എങ്ങനെ എന്റെ ഗ്രോത്ത് ഉണ്ടാകും, അതിനെപ്പറ്റി ഒന്നല്ല ചിന്തിക്കുന്നത്. രാവിലെ ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് കൈ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഏതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും, എനിക്ക് എങ്ങനെ വൈറലാകാം, അല്ലെങ്കിൽ 4 പേരെ കൊണ്ട് ഒരു നല്ല രീതിയിലുള്ള കമന്റ് എങ്ങനെ എടുക്കാം എന്നുള്ള രീതിയിൽ അതിലാണ് ഫോക്കസ് മുഴുവൻ. അപ്പം പഴയ പോലെ ഈ ഫ്രണ്ട്സ് തമ്മിലുള്ള പുറത്തുള്ള കളിയോ അല്ലെങ്കിൽ ബുക്ക് വായനയോ അങ്ങനത്തെ ഒന്നും ഇല്ല. രാവിലെ എഴുന്നേറ്റ ഉടനെ ഈ മൊബൈലിലോട്ടല്ലേ പോകുന്നത്. അപ്പൊ അതേല് എന്താ അവർക്ക് ചെയ്യാൻ പറ്റുന്നത്, ദാറ്റ് ഈസ് ദി ഓൺലി തിങ് ദാറ്റ് ദേ ഫോക്കസ് ഓൺ. അത് പിള്ളേരെ മാത്രമല്ല എല്ലാ മനുഷ്യരും, പൊതുവെ എല്ലാവരും
എന്ത് സമയമാണ് അങ്ങനെ വേസ്റ്റ് ആയി പോകുന്നത്. ആ സമയം ക്രിയേറ്റീവായിട്ടും നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ അവർക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്നെന്നുള്ളത് അവരിലേക്ക് അവർ റിഫ്ലക്ട് ചെയ്തൊന്നും നോക്കത്തില്ല. ഇറ്റ്സ് ജസ്റ്റ് ഹൗ മച്ച് ഓഫ് അവർക്ക് ആൻ ഗ്രോ ചെയ്യാൻ ഇമ്പാക്ട് ഇറ്റ് ഈസ് പറ്റുന്നതിൽ കൂടെ ഒരു ക്രിയേറ്റിംഗ്. മനസ്സമാധാനം കിട്ടും, ഒരു പീസ്ഫുൾ ആയിരിക്കാൻ പറ്റും. അതാണ് നിസാബ് തീർച്ചയായിട്ടും. സാറ് പറഞ്ഞ ഈ പ്രശ്നം എനിക്കുണ്ടായിരുന്നു മുമ്പ്. ഇങ്ങനെ പോസ്റ്റുകൾ ഇടും, അത്യാവശ്യം ഒരു ആഴ്ചയിൽ ഒരു 2-3 പോസ്റ്റൊക്കെ മിനിമം ഇടുമായിരുന്നു. എല്ലാ കമന്റിനും റിപ്ലൈ ചെയ്യും, എല്ലാ ന്യൂസിന്റെ താഴെയും പോയി കമന്റ് ചെയ്യും. അങ്ങനെ ഓഫീസ് ടൈമിൽ പോലും ഇത് നോക്കും. പലരും പറയും എവിടെ നോക്കിയാലും നിന്റെ കമന്റ് ആണ്. പക്ഷെ കഴിഞ്ഞ ഒരു 2-2.5 വർഷമായിട്ട് ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കാറന്നില്ല എന്ന് പറയാം. പ്രത്യേകിച്ചും ഈ സൈക്കോളജി ഒക്കെ പഠിക്കാൻ തുടങ്ങിയതിനു ശേഷം ഫോക്കസ് മുഴുവനായിട്ടും ഇതിലേക്ക് മാറി. വല്ലപ്പോഴൊക്കെ ന്യൂസ് വാങ്ങിക്കുന്നല്ലാതെ ഞാൻ കമന്റ് ഇടാറില്ല. ആകെ ഇപ്പം പോസ്റ്റ് ചെയ്യാറുള്ളത് ഇപ്പം ആനിവേഴ്സറിയോ ബർത്ത്ഡേസ് ഒക്കെ വന്നാൽ, അതല്ലെങ്കിൽ നല്ല എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോയാലൊക്കെ വല്ലപ്പോഴൊക്കെ പോസ്റ്റ് ഇടും. അന്ന് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമ്മള് രാവിലെ എണീച്ചാൽ ആദ്യം നമ്മുടെ നമ്മുടെ ഈ നോട്ടിഫിക്കേഷനകത്ത് നിറയെ കമന്റുകളായിരിക്കും. ഓരോന്നിനും റിപ്ലൈ ചെയ്യണം. ഭയങ്കരമായിട്ട് നമ്മള് എന്താ പറയാ, ദേഷ്യം വരും ചില കമന്റുകളൊക്കെ കാണുമ്പോൾ. അപ്പൊ തന്നെ റെസ്പോണ്ട് ചെയ്യണം. നമ്മൾ ഈ മാം നേരത്തെ പറഞ്ഞ പോലെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളായിരിക്കും. അവരങ്ങ് കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ വേർഷൻ അങ്ങ് അവരെ പറഞ്ഞങ്ങോട്ട് മനസ്സിലാക്കിക്കാനുള്ള ഒരു ശ്രമമാണ്. വല്ലാത്തൊരു അവസ്ഥയാണത്. പക്ഷെ ഇപ്പൊ 2-2.5 വർഷമായിട്ട് നല്ല സമാധാനമുണ്ട്. വേറെ ഒന്നിനെ പറ്റിയും നമ്മൾ കാര്യങ്ങളൊന്നും അറിയുന്നില്ല എന്നല്ല, മാം പറഞ്ഞ പോലെ ഒരു എന്താ പറയാ, വിറ്റ്നസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ജഡ്ജ് ചെയ്യാൻ പോകാറില്ല. അതുകൊണ്ട് തന്നെ ആളുകളോട് സംസാരിക്കുന്ന രീതിയിൽ മാറ്റമുണ്ട്, നമ്മുടെ പെർസെപ്ഷനിൽ മാറ്റമുണ്ട്. ഇപ്പൊ ഒരാൾ നമ്മളെ പറ്റി മോശം പറഞ്ഞാലും അതിനെ നന്നായിട്ട് എടുക്കാനായിട്ട് പഠിച്ചു. അതുപോലെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പം അവർക്കത് എന്താ ഹാർട്ട് ചെയ്യാത്ത രീതിയിൽ വേദനിക്കാതെ സംസാരിക്കാൻ പഠിച്ചു. എന്നാൽ നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ കയ്യിൽ വെച്ചിട്ട് പറയുകയും തന്നെ നമ്മുടെ ചെയ്യണം. പറയുകയാണ് ചെയ്യണം. നമ്മുടെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെയാണ് അത് പലപ്പോഴും പലരോട് സംസാരിക്കുമ്പോഴും, ഇപ്പം എൻ്റെ വൈഫാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ പറയും നല്ല ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പം സൂസൻ മാം പറഞ്ഞ പോലെ നമ്മുടെ ഫോക്കസ് മാറ്റുക, അത് ഒഴിവാക്കാന്നതിന് പകരം ഫോക്കസ് വേറെ എങ്ങോട്ടേലും മാറ്റുക. അപ്പൊ പിന്നെ നമുക്ക് അതിനൊന്നും സമയം ഉണ്ടാവില്ല എന്നുള്ളതാണ്. സാറ് നേരത്തെ പറഞ്ഞില്ല ഒരു ഗസ്റ്റാൾട്ട് പ്രിൻസിപ്പിള്. ഇപ്പൊ ഈ സാറ് പറഞ്ഞതൊക്കെ അതിലൊരു പ്രിൻസിപ്പിൾ ആണല്ലോ, പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ? സാറ് വായിച്ചിട്ടുണ്ടോ അതിനെ പറ്റി? നമ്മൾ നേരത്തെ സാറ് പറഞ്ഞില്ലേ, റൌഫ് സാറേ. അതെ അപ്പൊ നമ്മള് അത് ആ മെസ്സേജുകൾ വായിക്കണം. കാരണം എന്താ പറയുക, നമ്മുടെ ആ മനസ്സ് എന്ന് പറയുന്നത്, നമ്മുടെ ബ്രെയിൻ എന്താ അറിയോ, ആ ഒരുപാട് ആളുകൾ ഒരുപാട് മെസ്സേജ് അയച്ചു, അതൊക്കെ ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് ആ സമയത്ത് കാണുന്നത്. ഞാൻ എല്ലാത്തിനും മെസ്സേജ് കൊടുക്കണം, ഞാൻ എല്ലാത്തിനും കൊടുക്കണം. കാരണം നമ്മൾ ആ ഒരു മെസ്സേജും ആ സോഷ്യൽ മീഡിയ ഇരിക്കുന്ന സമയത്ത് ഒരേ ഗ്രൂപ്പാണ്, സെയിം ബെഞ്ചാണ്, സെയിം ടീം ഫീലിങ്സ് ആണ് അവിടെ കിട്ടുന്നത്. അപ്പൊ ആ ഒരു പ്രോക്സിമിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ്സുമായിട്ട് നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒന്ന് അവസാനം സാർ തന്നെ അവസാനം ആ കംപ്ലീറ്റ് ചെയ്യുന്ന ആ വേർഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ തൽക്കാലം എല്ലാത്തിനും ഒരു വിട പറയാം, ആവശ്യത്തിന് മാത്രം സംസാരിക്കുക, ആ ഗ്രൂപ്പ് മൈൻഡ് ഒന്ന് സെറ്റ് ഒന്ന് തൽക്കാലം ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതെ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവൂല മറ്റുള്ളവരുടെ അഭിപ്രായത്തില്. അവരുടെ അഭിപ്രായം ശരിയോ തെറ്റോ എന്ന് പോലും ചിന്തിക്കാതെ അവർ പറയുന്നത് ശരിയാണെന്നുള്ള ഒരു തോന്നൽ വരുന്ന ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മള് സാറ് പറഞ്ഞ പോലെ നമ്മൾ ചിന്തിക്കും, ഇത് ശരിയാണോ തെറ്റാണോ, ഇതിൽ ഞാൻ അഭിപ്രായം പറയണോ, ഇത് എന്നെ ബാധിക്കുന്നതാണോ, അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും അവർക്ക് എനിക്കോ മറ്റുള്ളവർക്കോ ഗുണമുണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിക്കും. മറ്റേത് എപ്പോഴും നമ്മൾ ആ ഗ്രൂപ്പിലാണ്, അവർ പറയുന്നതാണ് ശരി എന്നുള്ള ഒരു തോന്നലാണ് നമുക്ക് എപ്പോഴും ഉണ്ടാവുക. എന്തായാലും നല്ല സെഷൻ. ാണ് അതെ, നമുക്കത് ചെറിയൊരു റിയലൈസേഷൻ എങ്കിലും പറ്റി അതിൽ നിന്ന് ഒന്ന് വലിച്ചു മാറ്റാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ പക്ഷെ മക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ ആ ഒരു ടീനേജിന്റെ ഇടയിലോ ഒക്കെ ഇപ്പം ജനിച്ചു വീഴുന്ന ഇതുകൊണ്ടായതുകൊണ്ട് അതൊരു വിപത്താണോ അല്ലയോ ഇന്നത്തെ, എനിക്ക് തോന്നുന്ന ഇന്നത്തെ സൊസൈറ്റിയിൽ ഇനിയും ഏറ്റവും കൂടുതൽ ആ ഒരു റിയലൈസേഷൻ കൊണ്ടുവരാനുള്ള തരത്തിലോട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആയിരിക്കാം വരാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നേരത്തെ ഇപ്പൊ സാറ് പറഞ്ഞ പ്രോക്സിമിറ്റി എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിൾ വെച്ച് സോഷ്യൽ മീഡിയയിൽ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അവരുടെ അറിവ് മുഴുവൻ അതിൽ നിന്നാണ്. അതാണ് അവരുടെ അറിവ് നേടാനുള്ള സ്ഥലം. ഒരാളുടെ ഒപ്പീനിയൻ മറ്റൊരാളുടെ ഒപ്പീനിയൻ ആയിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളതല്ലാതെ സോഴ്സ് നമ്മളൊക്കെ പഠിക്കുമ്പോൾ സോഴ്സ് ഇത് എവിടെ നിന്ന് കിട്ടി, ശരിയാണോ അല്ലയോ എന്ന് നോക്കുക എന്നുള്ള കാര്യങ്ങളിൽ ഇല്ലാതായല്ലോ. അതുകൊണ്ട് ആ ഒരു റിയലൈസേഷൻ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ടീച്ചേഴ്സിന്റെ ഇടയിൽ 1 മിനിറ്റോ 2 മിനിറ്റോ ക്ലാസ്സിന് മുന്നേ, കാരണം
എല്ലാരും അല്ലെങ്കിൽ വലിയ നിലയിൽ മാറ്റം ഉണ്ടായിട്ട് പിന്നെ നമുക്ക് താഴെ മക്കളെ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ അതെ. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ എൻവിറോൺമെന്റും കൂടെ ഇതിനൊരു ഫാക്ടറാണ്. അപ്പൊ എൻവിറോൺമെന്റ് എത്രത്തോളം നന്നാവുന്നു എന്നുള്ളത്, നമ്മുടെ സർക്കിൾ മാറ്റുക എന്നുള്ളതാണ്. കുറച്ചും കൂടെ നല്ലൊരു സർക്കിളിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റം വരും, ചിന്തകളും എല്ലാം മാറും. നമ്മളുടെ ചിന്തകൾ മാറുന്നതിനനുസരിച്ച് നമ്മുടെ സർക്കിളിലും മാറ്റങ്ങൾ വരുമെന്നാണ്. നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവർ കൊഴിഞ്ഞു പോവുകയും, അല്ലെങ്കിൽ നമ്മളുടെ ഓരോ പ്രവർത്തികൾ കൊണ്ട് നമ്മളിലേക്ക് വന്നു ചേരുന്നവര് പുതിയൊരു സർക്കിൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. പഴയ ആളുകൾ പോയി പുതിയ ആളുകൾ വരും. അതെ. ഇപ്പൊ റോഫ് സാർ തന്നെ നോക്കണ്ട, സോഷ്യൽ മീഡിയയിൽ പണ്ടുണ്ടായിരുന്ന ഫ്രണ്ട്സ് ഒന്നും സാറിന് ഇപ്പൊ ഇല്ല. സാറിന് പക്ഷെ ഒരുപാട് നല്ല ഫ്രണ്ട്സ് വേറെ വന്നിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുന്നത്, നമ്മുടെ ചുറ്റും നമ്മളോടൊപ്പം മാറുമെന്ന് പറയുന്നത് അത് തന്നെയാണ്. ചുറ്റുപാടും നമ്മൾക്കൊപ്പം മാറും, ഒരു പുതിയ തലമുറയും നമുക്കൊപ്പം മാറുമെന്ന് വിശ്വസിക്കാം. നമ്മൾ അത് ഇങ്ങനെ റിഫൈൻഡ് ആയിട്ട് വരും പതിയെ പതിയെ ഇങ്ങനെ. അതെ, നമ്മൾ ഈ അരിയൊക്കെ അരിക്കുന്ന പോലെ ഫിൽട്ടർ ചെയ്ത് ഉള്ളതിൽ നല്ലത് മാത്രമാവും അവസാനം. ഇതിന്റെ ഒരു ബേസിക് സംഭവം നമ്മൾ ചിന്തിക്കുകയാണ്, ഇറ്റ്സ് ഓൾ കണക്റ്റഡ് വിത്ത് എംപതി. മറ്റേ ആളിന്റെ ഷൂസിൽ നിന്നൊന്ന് ചിന്തിക്കാൻ ഒരു നിമിഷം എടുത്താൽ നമ്മൾ അങ്ങനെ റെസ്പോണ്ട് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് കാമായി നിൽക്കാനായിട്ടൊക്കെ നമ്മൾ പഠിക്കും. പക്ഷെ ഇത് എവിടുന്നാ വരണ്ടേ? ഓരോ ഫാമിലിയിൽ നിന്നുമാണ് ഇത് വരേണ്ടത്. അപ്പം അത് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് നമ്മള് സൊസൈറ്റി ഹോളായിട്ട് ശ്രമിക്കണം. കാരണം ഇപ്പം നോബഡി കെയർസ് അബൌട്ട് എനിബഡി എൽസ്. എന്ത് വേണേലും കമന്റ് ചെയ്യാം, എന്ത് വേണേലും പറയാം, മറഞ്ഞിരുന്ന് പറയുകയായോണ്ട് എന്ത് വേണേലും പറയാമല്ലോ. നേരെ മുഖത്ത് നോക്കി ഒരിക്കലും ഇങ്ങനൊന്നും പ്രവർത്തിക്കുകയോ ചെയ്യില്ല. കൂടുതലും ഉണ്ട്. ഇപ്പൊ നേരത്തെ നിസാബ് സാർ പറഞ്ഞ പോലെ പിള്ളേര് അടിപിടി ഉണ്ടാക്കി കൂടുതൽ ദ്രോഹിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ അതുണ്ട്. പക്ഷെ വലിയൊരു ശതമാനം മറഞ്ഞിരുന്നോണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ പിന്നെ അവർക്ക് എന്ത് വേണേലും ചെയ്യാമല്ലോ. അപ്പൊ മറ്റുള്ള ആളിനെ എങ്ങനെ ഇത് ഇഫക്റ്റ് ചെയ്യുമെന്നുള്ളതൊന്നും ചിന്തിക്കുന്നുമില്ല, അവരുടെ ഷൂസിൽ നിൽക്കുന്നില്ല. അപ്പൊ അത് ചെറുപ്പത്തിൽ തൊട്ടേ, അല്ലെങ്കിൽ അവർ ചെറുപ്പത്തിലെന്നല്ല, അവരവരുടെ വീടുകളിൽ തന്നെ ഇത് കണ്ടു പഠിക്കണം. ആ ഒരു എമ്പതി എന്നുള്ളത്, മറ്റുള്ളവരെ നമ്മൾ കൺസിഡർ ചെയ്യണം, അവരെ ദ്രോഹിക്കരുത്. നമ്മൾ വളരാൻ വേണ്ടി ഒരാളെ ചവിട്ടിയല്ലല്ലോ നമ്മൾ കയറേണ്ടത്. നമുക്ക് ലൈക്ക് കിട്ടാനും നമുക്ക് ഫേമസ് ആകാനും മറ്റൊരാളെ നശിപ്പിച്ചുകൊണ്ടല്ലല്ലോ ചെയ്യേണ്ടത്. അപ്പൊ അത് സൊസൈറ്റി വീടുകളിൽ നിന്ന് തന്നെ പഠിച്ചു വരണം, അത് സൊസൈറ്റിയിലേക്ക് വരണം. അതിപ്പം വലിയൊരു വിപത്തായിട്ട് അങ്ങ് മാറിയിരിക്കുകയാണ്. ആർക്ക് വേണേലും മറഞ്ഞിരുന്ന് എന്ത് വേണേലും ചെയ്യാം, ആരും ഒന്നും പറയാനില്ല. അല്ലെങ്കിൽ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തേഞ്ഞു മാഞ്ഞങ്ങ് പോകും. 2-3 ദിവസം അല്ലെ 3-4 ദിവസം ഇതിങ്ങനെ നിൽക്കും സോഷ്യൽ മീഡിയയിലും, എല്ലാവരും ശ്രദ്ധിക്കും. അത് കഴിഞ്ഞ് അടുത്ത ന്യൂസ് വരും, അടുത്തതേ പിടിക്കും. So it keeps on going like a cycle. So the change, I feel, has to come from families and from the society as a whole. എന്നാണ് എന്റെ ഒരു ചെയിന് ബ്രേക്ക് ചെയ്യാന് അല്ലെ, ചെറിയ രീതിയിലും ബ്രേക്ക് ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ എല്ലാരും കൂടെ കൂടുമ്പോഴാണല്ലോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാം, ബാക്കിയെല്ലാം പുറകെ വന്നോളും എന്ന് പറഞ്ഞ പോലെ. ഒരു ചെറിയ പറ്റും, നമ്മളെ കൊണ്ട് പറ്റും, നമ്മൾക്കേ പറ്റൂ എന്നൊരു തീരുമാനം കൂടി എടുക്കാം. നമ്മളെ കൊണ്ടേ കഴിയൂ. ഇനിയെങ്കിലും നമ്മൾ ചെയ്തില്ല എങ്കിൽ നമ്മളുടെ ബാക്കിയുള്ള ലൈഫ് നമ്മൾ സ്പോയിൽ ചെയ്യാണ്. മറ്റുള്ളവരെ നമ്മൾ ഒപ്പം തന്നെ നമ്മൾ ഒരു മോശം രീതിയിലേക്ക് എത്തിക്കുകയാണ് എന്ന് തോന്നും. അപ്പൊ അതൊക്കെ മാറ്റിവെക്കാൻ ശ്രമിക്കുക. ലൈക്കുകൾക്ക് വേണ്ടി മാത്രം കമന്റുകൾ ഇടാനും പരസ്യപ്പെടുത്താനും തയ്യാറാവാതിരിക്കുക. ഇതൊക്കെ ഒരു നല്ലൊരു മെസ്സേജുകളായിരിക്കും. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല മെസ്സേജുകളായിരിക്കും. ഗുഡ് മോർണിംഗ് റാണി മാം. ഗുഡ് മോർണിംഗ്. പേര് കാണുന്നില്ല. ലക്ഷ്മി മാം ആണോ? അതെ, നല്ല ടോപ്പിക് ആയിരുന്നു. പിന്നെ മാം അതിന്റെ ഇടയിലൊന്നും പറഞ്ഞില്ലേ, ഈ പറയുന്നത് മാമിനും അറിയാം നമുക്കും അറിയാം, മുഴുവൻ പ്രാവർത്തികമാക്കാൻ പറ്റില്ല. എനിക്ക് ആ പോയിന്റ് വളരെ ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് റൈസ് ആവേണ്ട അവസ്ഥയും അഭിപ്രായം പറയേണ്ട അവസ്ഥയൊക്കെ വരാറുണ്ട്. പക്ഷെ മാമിന്റെ ക്ലാസ് കേട്ടതോടെ ഒന്ന് ചിന്തിക്കാനുള്ള ഒരു ഇത് വന്നു. ഇപ്പൊ ഞങ്ങളുടെ ഓഫീസിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പ്രശ്നം ഉണ്ടായി. ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, അവിടുത്തെ മാമിനാണെങ്കിൽ എല്ലാം മാമിന്റെ തലയിൽ കൂടെ പോകണം എന്നുള്ളൊരു ഇതാണ്. ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായപ്പോ എനിക്ക് അഭിപ്രായം പറയേണ്ടി വന്നു.
പക്ഷെ പിന്നീട് എനിക്കത് തോന്നിയത് വേണ്ടിയിരുന്നില്ലേ, ഇവര് എന്താ വെച്ചാൽ പറഞ്ഞു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. പക്ഷെ നമ്മളത് പറഞ്ഞില്ലെങ്കിൽ അവരുടെ ആ ചിന്ത മാറില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയേണ്ടി വന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അവര് ചില ഒന്ന് സമയങ്ങളിൽ സമയത്ത് പ്രതികരിച്ചേ നമുക്കത് പറ്റുള്ളൂ. അതെ. എന്തായാലും നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു ലക്ഷ്മി മാം, താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് വളരെ നല്ല സെഷൻ ആയിരുന്നു. അൻസർ. നല്ല പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്നൊരു സെഷൻ. നല്ല ഓക്കെ, താങ്ക് യു മാമിന്റെ സർ. വോയിസ് മോഡുലേഷനും അടിപൊളിയായിരുന്നു. നല്ല കേട്ടി ഇരിക്കാൻ ഇരിക്കാനുള്ള നല്ലൊരു സെഷൻ. താങ്ക് യു. താങ്ക് യു, താങ്ക് യു. കേട്ടിട്ടുണ്ട് കേട്ടോ അൻസാർ സാറിനെ കുറിച്ച്. റോബ് സാറ് പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ക്ലാസ്സിൽ എപ്പോഴോ സംസാരം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു പരിചയം. താങ്ക് യു. ഫേമസ് അല്ലേ അല്ലേ? നല്ലത് തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്? അതെ അതെ, നല്ലത് തന്നെ, വളരെ നല്ല അയാള് കാര്യങ്ങൾ പറഞ്ഞത് മാത്രമേ ഒന്ന് ഉള്ളൂ. കേട്ടല്ലോ, അപ്പൊ വിളിക്കാം. ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾ 22nd ബാച്ച് അങ്ങനെയാണ്. വളരെ നല്ല രീതിയിൽ ചിന്തിക്കുകയും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങള്. റോസ് സാർ അല്ല, ഫൈസൽ സാറ് പഠിപ്പിക്കുന്നത്, ഞങ്ങള് സാറെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഏറ്റവും എളുപ്പമായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു വിഷയമല്ലോ. അപ്പൊ വിഷയം അതെ. തിരഞ്ഞെടുത്തതില് അങ്ങനെ മനസ്സിലാക്കുന്നു നമ്മള്. Yes. മാം, എനിക്ക് പ്രസന്റേഷനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എല്ലാവരും പറഞ്ഞ പോലെ തന്നെ അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഇത് കേട്ടിരിക്കാൻ. റൌഫ് സാറ് പറഞ്ഞ പോലെ തന്നെ എന്തോ ഇതയോ വാക്കുകൾ ഇങ്ങനെ കൊഴിയാൻ ഞങ്ങളിങ്ങനെ കാത്തിരിക്കായിരുന്നു മാമിന്റെ വായുണ്ടായിരുന്നു കേട്ടാ. അടിപൊളിയായിരുന്നു ഓക്കെ, presentation. താങ്ക് യു. സജനയുടെ മോർണിംഗ് കോള് അതന്നെ വളരെ എന്താ പറയാ, ഇന്നലെ വിളിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു ആ കോള് ഒരു റിംഗ് ആവുന്നതിന് മുമ്പേ എനിക്ക് നല്ലൊരു മൂഡോടുകൂടി സ്വീകരിക്കാൻ പറ്റണേ. ഉറക്കപ്പിച്ചിൽ ആ കോൾ എടുക്കരുത് എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. ഓക്കെ സജന. ഇനി ആരെങ്കിലും? വൈൻഡപ്പ് ചെയ്യാം അല്ലേ സജ്ന മാം? Wait ചെയ്യാം. ഓക്കെ, വീണ്ടും റാണി മാം, അപ്പൊ ഇനി ഇതുപോലത്തെ സെഷനുകളൊക്കെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. എല്ലാവർക്കും എന്റെ ക്ലാസ് എന്താ പറയാ കേട്ടിരുന്നതിനും നല്ല കമന്റുകൾ തന്നതിനും എനിക്ക് ഒരുപാട് ഊർജം തന്നതിനും എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി. വീണ്ടും കാണാം. Thank you very much and have a Thank good you day. all. Good day. Thank Good day to you. all. Thank you.